നമസ്കാരം. +2 ഫിസിക്സിലെ അടുത്ത ഫാസ്റ്റ് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 14ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്, സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ്. കഴിഞ്ഞ ചാപ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ 13 ചാപ്റ്ററുകളുടെ റിവിഷൻ വീഡിയോസ്, ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ വീഡിയോസ് ഉൾപ്പെടുന്ന പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തുമല്ലോ. ദെൻ ഇനിയുള്ള ക്ലാസ്സുകൾ ലഭിക്കാനായി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉൾപ്പെടുന്ന റിവിഷൻ ക്ലാസ്സുകൾ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പബ്ലിക് എക്സാം ആരംഭിക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കി വളരെ ചിട്ടയായ പഠനം നടക്കേണ്ട സമയമാണിപ്പോൾ. എല്ലാ വിഷയങ്ങളും, അതത് ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കി എല്ലാ വിഷയങ്ങളും വളരെ നന്നായി പഠിക്കുക. ഫിസിക്സ് പ്രത്യേകിച്ച് എഴുതി പഠിക്കുന്നതാവും നല്ലത്. ഡെറിവേഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസും ഒക്കെ എഴുതി പഠിക്കുക. ഇക്വേഷൻസൊക്കെ എഴുതി പഠിക്കണം. ഈ എക്സാമിന് കുറച്ച് ദിവസങ്ങൾ മുമ്പ്, ഒരു 2 ദിവസം മുമ്പ് ഒരു പ്രീവിയസ് ഡേ റിവിഷൻ, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രീവിയസ് ഡേ റിവിഷൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ വീഡിയോ കിട്ടാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നമുക്ക് ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഓഫ് ജംഗ്ഷൻ ഡയോഡ് ആസ് എ റെക്ടിഫയർ, ദെൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് എയ്ഡ്സ്. ഈ 2 ടോപ്പിക്കുകളാണ് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി അനുസരിച്ച് മെറ്റീരിയൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 3 ടൈപ്സ്: കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ടിവിറ്റിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട്. ഇതിൽ സെമി കണ്ടക്ടേഴ്സ് ആണ് നമ്മൾ ഈ ലെസണിൽ ഫോക്കസ് ചെയ്യുന്നത്. സെമി കണ്ടക്ടേഴ്സ് എന്താണെന്നും അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി, ഇറ്റ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ബട്ട് ലെസ് ദാൻ ദാറ്റ് ഓഫ് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ മെറ്റൽസ്. ഓക്കെ, കണ്ടക്ടിവിറ്റി ഇസ് മോർ ആൻഡ് resistivity is less. Okay, semiconductors have resistivity less than insulators but more than conductors. കണ്ടക്ടേഴ്സിനേക്കാൾ റെസിസ്റ്റിവിറ്റി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ മെറ്റൽസിനേക്കാൾ റെസിസ്റ്റിവിറ്റി കൂടുതലാണ്. അതേസമയം ഇൻസുലേറ്റേഴ്സിനേക്കാൾ റെസിസ്റ്റിവിറ്റി കുറവാണ്. അപ്പോൾ ഈ തരത്തിലുള്ള മെറ്റീരിയൽസാണ് സെമി കണ്ടക്ടേഴ്സിൽ ഉൾപ്പെടുന്നത്. നമുക്കറിയാം സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾസ് സിലിക്കൺ, ജെർമേനിയം പോലെയുള്ള എലമെൻറ്റ്സ്. ദെൻ കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സാണ് ഗാലിയം ആർസനൈഡ് പോലെയുള്ള സബ്സ്റ്റൻസസ്. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ 14th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ് സിലിക്കൺ, ജെർമേനിയം ഒക്കെ. ദാറ്റ് ലൈസ് ഇൻ 14th ഗ്രൂപ്പ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. പ്യുവർ ഫോം ഓഫ് എ സെമി കണ്ടക്ടർ ഇസ് കോൾഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. പക്ഷേ ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി വളരെ കുറവാണ്. ദെൻ വി ക്യാൻ ഇൻക്രീസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ബൈ ദ മെത്തേഡ് ഓഫ് ഡോപ്പിംഗ്. നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഡോപ്പിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ആഡിങ് ഇമ്പ്യൂരിറ്റി ആറ്റംസ് ടു ഇൻക്രീസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് എ semiconductor. Doping we are adding either 13th group elements or 15th group elements to increase the conductivity. If you are adding 13th group element, you will get p-type semiconductor where majority carriers are holes. If you are adding 15th group elements, there you are getting n-type semiconductor and majority carriers are electrons. അപ്പോൾ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി കാരിയേഴ്സ് മീൻസ് കൂടുതലുള്ള ചാർജ് കാരിയേഴ്സ് ഹോൾസ് ആണ്, മൈനോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. അതുപോലെ തന്നെ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ കൂടുതലുള്ള കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്, മൈനോറിറ്റി കാരിയേഴ്സ് ആർ ഹോൾസ്. ഇപ്പോൾ പി ടൈപ്പ് കിട്ടാൻ വേണ്ടി യു ആർ യൂസിങ് ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ്. എക്സാമ്പിൾസ് നോക്കാം. ബോറോൺ, അലൂമിനിയം പോലുള്ള എലമെൻറ്റ്സ് ആണ് ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് ഉപയോഗിക്കുക. ആൻഡ് ടു ഗെറ്റ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് വി യൂസ് പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് സച്ച് ആസ് ആർസനിക്, ആൻറ്റിമണി എക്സെട്ര. അപ്പോൾ പി ടൈപ്പ് സാധാരണ സെമി കണ്ടക്ടർ ഡിവൈസസിൽ വി യൂസ് ഐദർ പി ടൈപ്പ് സെമി കണ്ടക്ടർ ഓർ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. സോ അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന് കണ്ടക്ടിവിറ്റി കുറവാണ്. കണ്ടക്ടിവിറ്റി ക്യാൻ ബി ഇൻക്രീസ് ബൈ ആഡിങ് ഇമ്പ്യൂരിറ്റീസ്. ഇങ്ങനെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കിട്ടുന്ന സെമി കണ്ടക്ടറിനാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുക. സോ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആർ ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് ഇമ്പ്യൂരിറ്റീസ് ടു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. സോ എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആർ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. Now we'll consider a PN junction.
or diode. If a p-type semiconductor is suitably joined to an n-type semiconductor, that junction is called p-n junction, and device so formed is known as p-n junction diode. അതായത് ഒരു p-type സെമികണ്ടക്ടറും ഒരു n-type സെമികണ്ടക്ടറും ജോയിൻ ചെയ്താൽ കിട്ടുന്ന ജംഗ്ഷനാണ് p-n junction എന്ന് പറയുക. എ p-n junction is the basic building block of many semiconductor devices. മിക്ക സെമികണ്ടക്ടർ ഡിവൈസസിൻ്റെയും ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക്, അതുപോലെ ഇലക്ട്രോണിക് സർക്യൂട്ട്സിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് p-n ജംഗ്ഷൻ ഡയോഡാണ്. p-n ജംഗ്ഷൻ്റെ ഒരു ഡയഗ്രാമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഷോസ് ദ p ടൈപ്പ് സെക്ഷൻ ആൻഡ് ദി n ടൈപ്പ് സെക്ഷൻ. രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് ജംഗ്ഷൻ. ഓക്കെ, ഈ ജംഗ്ഷനിലാണ് ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ, അതായത് p ടൈപ്പിൽ നിന്നുള്ള ഹോൾസും n ടൈപ്പിൽ നിന്നുള്ള ഇലക്ട്രോൺസും ദേ മൂവ് ടുവേഴ്സ് ദി ജംഗ്ഷൻ. അങ്ങനെ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടക്കുന്നു. മീൻസ് ഹോൾസ് എന്ന് പറയുന്നത് ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ ആണ്. അങ്ങനെ ഇലക്ട്രോൺ ഇല്ലാത്ത പൊസിഷനിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നു. അതിനാണ് ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. ദി അതർ ഡയഗ്രാം ഷോസ് ദി സിംബൽ ഓഫ് എ p-n ജംഗ്ഷൻ ഡയോഡ്. ഒരു p-n ജംഗ്ഷൻ ഡയോഡ് നമ്മൾ സർക്യൂട്ടിൽ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സിംബലാണത്. ആക്ച്വലി ഒരു സെമി കണ്ടക്ടർ വേഫർ മീൻസ് തിൻ ഷീറ്റ്, അതിൻ്റെ ഒരു സൈഡിൽ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസും മറ്റേ സൈഡിൽ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസും ഉപയോഗിച്ച് ഡോപ്പ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു p-n ജംഗ്ഷൻ ഡയോഡ് കിട്ടുക. ഒരു p-n ജംഗ്ഷൻ ഡയോഡ് കൃത്യമായി കണ്ടക്ട് ചെയ്യണമെങ്കിൽ, അതായത് ഒരു സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഗിവൺ പ്രോപ്പർ ബയസിങ്. ബയസിങ് മീൻസ് നമ്മൾ കൃത്യമായ രീതിയിൽ ഒരു ബാറ്ററിയോട് കണക്ട് ചെയ്യണം. അത് p ടൈപ്പ് പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയിലും n ടൈപ്പ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയിലാണ് കണക്ട് ചെയ്യുക ഫോർ ദ ഡയോഡ് ടു ബി കണ്ടക്റ്റിംഗ്. ഈ രീതിയിൽ കണക്ട് ചെയ്യുന്നതിനാണ് ഫോർവേഡ് ബയസിംഗ് എന്ന് പറയുന്നത്. ഇഫ് ദ p ടൈപ്പ് ഇസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ആൻഡ് n ടൈപ്പ് ഇസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ, ദ ഡയോഡ് ഇസ് സെഡ് ടു ബി ഫോർവേഡ് ബയസ്ഡ്. When the diode is forward biased, the diode conducts easily. The conductivity of the diode is much large. If we connect the cell or battery in the other way, that is p connected to the negative terminal and n connected to the positive terminal of the battery, then the diode is said to be reverse bias. രണ്ട് കേസിലും ഡയഗ്രാം കൂടി ശ്രദ്ധിക്കുക. ഫോർവേഡ് ബയസ് ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് p പോസിറ്റീവ് n നെഗറ്റീവ്. ഡയോഡ് സിംബലിൻ്റെ ട്രയാങ്കിൾ പാർട്ടാണ് പോസിറ്റീവ് ടെർമിനലിനെ മീൻസ് പോസിറ്റീവ് p ടൈപ്പിനെ സൂചിപ്പിക്കുന്നത്. വെർട്ടിക്കൽ ലൈൻ റെപ്രസെൻറ്റ്സ് ദി n ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ ട്രയാങ്കിൾ പാർട്ട് പോസിറ്റീവ് ടെർമിനലിനോട് കണക്ട് ചെയ്യുമ്പോൾ ഡയോഡ് സെഡ് ടു ബി ഫോർവേഡ് ബയസ്ഡ്. ഓക്കെ, ഇഫ് യു കണക്ട് ഇറ്റ് ഇൻ ദ അതർ വേ, ദാറ്റ് ഇസ് p type connected to negative terminal, n type connected to positive terminal, the diode is said to be reverse biased and it will not conduct. Reverse bias ആയിട്ടുള്ള ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി വളരെ വളരെ കുറവാണെന്ന് പറയാം. ഒരു ഡയോഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് ഡയോഡ് വിൽ കണ്ടക്ട് വെൻ ഇറ്റ് ഈസ് ഫോർവേഡ് ബയസ്ഡ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് കണ്ടക്ട് വെൻ റിവേഴ്സ് ബയസ്ഡ്. ഫോർവേഡ് ബയസ്ഡ് ആകുമ്പോൾ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് കൊണ്ടാണ് കണ്ടക്ഷൻ നടക്കുക. അപ്പോൾ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലാണ്. റിവേഴ്സ് ബയസ്ഡ് ആകുമ്പോൾ മൈനോറിറ്റി കാരിയേഴ്സാണ് കണ്ടക്ഷന് കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കണ്ടക്ടിവിറ്റി വളരെ വളരെ കുറവാണ്. അപ്പോൾ ഫോർവേഡ് ബയസിലായിരിക്കുമ്പോൾ കണ്ടക്ട് ചെയ്യും, റിവേഴ്സ് ബയസിലായിരിക്കുമ്പോൾ കണ്ടക്ട് ചെയ്യുന്നില്ല. ദിസ് പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് യൂണി ഡയറക്ഷണൽ പ്രോപ്പർട്ടി. യൂണി ഡയറക്ഷണൽ പ്രോപ്പർട്ടി മീൻസ് ദ ഡയോഡ് കണ്ടക്ട്സ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഫോർവേഡ് ബയസ്ഡ് ആകുമ്പോൾ മാത്രമാണ് കണ്ടക്ട് ചെയ്യുക. സോ ദാറ്റ് മീൻസ് ഇറ്റ് കണ്ടക്ട്സ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. This property is the basic principle of the use of diode as a rectifier. നമ്മൾ അതാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്, ഡയോഡ് ആസ് എ റെക്ടിഫയർ. അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് യൂസിങ് ഡയോഡ് ആസ് എ റെക്ടിഫയർ. ഇറ്റ് ഈസ് ദ യൂണി ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഓഫ് എ ഡയോഡ്. റെക്ടിഫയർ എന്നതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. റെക്ടിഫയർ ഇസ് എ സർക്യൂട്ട് യൂസ്ഡ് ഫോർ റെക്ടിഫയിങ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജസ് ഓർ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് AC ഇൻറ്റു DC. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടാക്കി കൺവേർട്ട് ചെയ്യുന്ന സർക്യൂട്ടാണ് റെക്ടിഫയേഴ്സ്. മെയിൻ കമ്പോണൻറ്റ് ഓഫ് എ റെക്ടിഫയർ സർക്യൂട്ട് ഇസ്
എ ഡയോഡ്. നമ്മൾ നേരത്തെ കണ്ടു ഡയോഡിൻ്റെ ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടി, അതായത് യൂണി ഡയറക്ഷണൽ പ്രോപ്പർട്ടിയാണ് ഒരു റെക്ടിഫയർ സർക്യൂട്ടിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് റെക്ടിഫയർ സർക്യൂട്ടിൻ്റെ മെയിൻ കമ്പോണൻ്റ് ഇസ് ഡയോഡ്. ആൻഡ് യു ഹാവ് ടു ടൈപ്സ് ഓഫ് റെക്ടിഫയേഴ്സ്, എ ഹാഫ് വേവ് റെക്ടിഫയർ ആൻഡ് എ ഫുൾ വേവ് റെക്ടിഫയർ. അപ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഹാഫ് വേവ് റെക്ടിഫയർ converts one half of the alternating current into direct current. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നമുക്കറിയാം, ഒരു പോസിറ്റീവ് ഹാഫ് ഉണ്ടാവും, ഒരു നെഗറ്റീവ് ഹാഫും ഉണ്ടാവും. അതിൽ പോസിറ്റീവ് ഹാഫ് മാത്രം ഡയറക്റ്റ് കറണ്ടായിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള സർക്യൂട്ടിനെയാണ് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നോക്കുക, ചിത്രം മനസ്സിലാക്കുക. സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് എ ഡയോഡ്, then a transformer, step down transformer, then AC to be converted is given at the primary, a load resistance. ഇത്രയും കാര്യങ്ങളാണ് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ടിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, AC ഇൻപുട്ട്, ഡയോഡ് ആൻഡ് എ ലോഡ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ സർക്യൂട്ട് എങ്ങനെയാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ട് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം? നമ്മൾ കൊടുക്കുന്ന AC അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ നമുക്ക് കിട്ടും. ഈ ഔട്ട്പുട്ട് ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഈ ഔട്ട്പുട്ടിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് ഇസ് ഫോർവേഡ് ബയസ്ഡ്, സോ ഇറ്റ് കണ്ടക്ട്സ്, കറണ്ട് ഫ്ലോസ് ത്രൂ ദ ഡയോഡ് ആൻഡ് ദ ലോഡ് റെസിസ്റ്റൻസ്, യു ഗെറ്റ് എൻ ഔട്ട്പുട്ട്. ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ഇൻപുട്ട് AC, ഡയോഡ് ഇസ് റിവേഴ്സ് ബയസ്ഡ്, സോ ഇറ്റ് ഡസ് നോട്ട് കണ്ടക്ട്, സോ നോ ഔട്ട്പുട്ട്. അപ്പോൾ ഫോർവേഡ് ബയസ്ഡ് ആകുമ്പോൾ ഔട്ട്പുട്ട് ഉണ്ട്, അതായത് പോസിറ്റീവ് ഹാഫ് AC-യുടെ പോസിറ്റീവ് ഹാഫിൽ യു ആർ ഗെറ്റിംഗ് ആൻ ഔട്ട്പുട്ട്, നെഗറ്റീവ് ഹാഫിൽ നോ ഔട്ട്പുട്ട്. അപ്പോൾ യു ആർ ഗെറ്റിംഗ് ഹാഫ് ഓഫ് ദി ഇൻപുട്ട്. ആ ഇൻപുട്ട് വേവ് ഫോമും ഔട്ട്പുട്ട് വേവ് ഫോമും ശ്രദ്ധിക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണിത്. വാട്ട് ഈസ് ദി പ്രിൻസിപ്പിൾ ആൻഡ് വർക്കിംഗ് ഓഫ് എ റെക്ടിഫയർ സർക്യൂട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ അറിയണം, വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണം, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോംസും കൂടി വരച്ചാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇറ്റ് കൺവേർട്ട്സ് ഓൺലി ഹാഫ് ഓഫ് ദി ഇൻപുട്ട്. ഒരു ഹാഫ് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അത് ഓവർകം ചെയ്യാൻ മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഫുൾ വേവ് റെക്ടിഫയർ. സോ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ഫുൾ വേവ് റെക്ടിഫയർ കൺവേർട്ട്സ് ബോത്ത് ദ ഹാഫ് സൈക്കിൾസ് ഓഫ് AC ഇൻപുട്ട് ഇൻ ടു ദി ഔട്ട്പുട്ട് DC. So it consists of, the circuit diagram consists of two diodes. Circuit diagram ശ്രദ്ധിക്കുക, two diodes are there. അപ്പോൾ ഇൻപുട്ട് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ കൊടുക്കുന്നു. യു ഹാവ് എൻ ഔട്ട്പുട്ട് ടെർമിനൽ, മീൻസ് സെക്കൻഡറി ടെർമിനൽ. വി ആർ യൂസിങ് എ സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ. സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി ടെർമിനലിൽ ഒരു മിഡിൽ, സെക്കൻഡറി കോയിലിൽ ഒരു മിഡിൽ ടെർമിനലും കൂടി ഉണ്ടാവും. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ സെക്കൻഡറിയിൽ നിന്ന് ഒരു പാർട്ട് ഡയോഡ് D1ലേക്കും രണ്ടാമത്തെ പാർട്ട് ഡയോഡ് D2ലേക്കാണ് പോവുക. സോ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ D1 conducts, D2 does not conduct. And during negative half cycle D1 does not conduct, D2 conducts. അപ്പോൾ പോസിറ്റീവ് ഹാഫിലായാലും നെഗറ്റീവ് ഹാഫിലായാലും യു ആർ ഗെറ്റിംഗ് എൻ ഔട്ട്പുട്ട് അക്രോസ് RL. ആൻഡ് രണ്ട് ഹാഫ് സൈക്കിളിലും ഒരേ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുക. RL കൂടിയുള്ള കറണ്ട് ഫ്ലോ ഒരേ ഡയറക്ഷനിലാണ്. സോ യു ആർ ഗെറ്റിംഗ് DC. അപ്പോൾ both the half cycles of AC input is converted into the output, and see the waveform, input waveform and output waveform. രണ്ട് ഹാഫ് സൈക്കിളിലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. സോ എഫിഷ്യൻസി ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ ഇസ് മോർ കമ്പയർഡ് ടു ഹാഫ് വേവ് റെക്ടിഫയർ. ഈ രണ്ട് കേസിലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു മീൻസ് ഒരു സ്റ്റഡി ഔട്ട്പുട്ടല്ല, വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഔട്ട്പുട്ടിലെ വേരിയേഷൻസ് ഒഴിവാക്കാനായി വി യൂഷ്വലി യൂസ് ഫിൽറ്റർ സർക്യൂട്ട്. കപ്പാസിറ്റർ ഉൾപ്പെടുന്ന ഫിൽറ്റർ സർക്യൂട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഔട്ട്പുട്ടിൽ കിട്ടുന്ന വേരിയേഷൻസ് ഒഴിവാക്കുക. അതിൻ്റെ ഒരു ഡയഗ്രാം ശ്രദ്ധിക്കുക. യു ഹാവ് റെക്ടിഫയർ. ഔട്ട്പുട്ട് ഓഫ് ദ റെക്ടിഫയർ ഇസ് ഗിവൺ ടു ആൻ RC സർക്യൂട്ട്. റെസിസ്റ്ററും കപ്പാസിറ്ററും ഉൾപ്പെടുന്ന ഒരു സർക്യൂട്ടിലേക്കാണ് കൊടുക്കുന്നത്. അതിൽ നിന്ന് പുറത്ത് വരുന്ന വോൾട്ടേജ് ദാറ്റ് വിൽ ബി സ്റ്റഡി. യു വിൽ ബി ഗെറ്റിംഗ് സ്റ്റഡി കറണ്ട്. You can see the input and output waveforms of a filter circuit. Input like AC, അത് റെക്ടിഫയറിൽ നിന്ന് വരുന്ന റെക്ടിഫയറിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടാണ് ഇവിടെ AC ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഔട്ട്പുട്ടിൽ നോക്കൂ,
The dotted curves represent the variation and you will be getting a steady output as it comes out of the filter circuit. Now we'll consider digital electronics and logic gates. നമ്മൾ ഇതുവരെ കൺസിഡർ ചെയ്ത സർക്യൂട്ട്സ് എല്ലാം കണ്ടിന്യൂസ്ലി ടൈം വേരിയിങ് വോൾട്ടേജ് ഓർ കറൻറ്റ് ഉൾപ്പെടുന്ന സർക്യൂട്ട്സ് ആണ്. സച്ച് സിഗ്നൽസ് ആർ നോൺ ആസ് അനലോഗ് സിഗ്നൽസ് ഓർ കണ്ടിന്യൂസ് സിഗ്നൽസ് വെയർ ദ വോൾട്ടേജ് ഓർ കറൻറ്റ് വേരീസ് വിത്ത് റെസ്പെക്ട് ടു ടൈം കണ്ടിന്യൂസ്ലി. But in digital electronics or digital circuits, we use digital signals. Digital signals in the pratyada endana. These signals have got only two levels, a high level of voltage and a low level of voltage, represented by 0 or 1. The low level is represented by 0 and the high level of voltage is represented by 1. അപ്പോൾ ഈ രീതിയിലുള്ള ഡിജിറ്റൽ സിഗ്നൽസ് അല്ലെങ്കിൽ പൾസസ്, ഇപ്പോൾ നിങ്ങൾ ഡയഗ്രത്തിൽ കാണുന്ന പോലെ എ സി സിഗ്നൽ അനലോഗ് സിഗ്നലാണ്, അതിൻ്റെ ഗ്രാഫ് ഡയഗ്രം നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഡിജിറ്റൽ സിഗ്നൽസ് എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ കാണുന്ന പോലെയുള്ള പൾസസ് ആണ് ഉപയോഗിക്കുക. അവിടെ ഓൺലി 2 ലെവൽസ് ഓഫ് വോൾട്ടേജ് ഓർ കറൻറ്റ് വിൽ ബി അവൈലബിൾ. The circuits which use digital signals are called digital circuits, and the basic building blocks of digital circuits are logic gates. Logic gates എന്ന് പറയുന്നത് എന്താണ്? It's a simple circuit that follows certain logical relation between input and output voltage. Input voltageും output voltageും തമ്മിലൊരു particular logic relation ഫോളോ ചെയ്യുന്ന തരം സിമ്പിൾ സർക്യൂട്ട്സിനാണ് ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്. ലോജിക് ഗേറ്റ്സ് there are mainly 3 types of logic gates. 3 common logic gates are there: NOT gate, AND gate, OR gate. Then you have combinations of these. Okay, so we'll consider one by one. What is a NOT gate? A NOT gate has a logic relation that output is not equal to the input. അതായത് ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കില്ല ഔട്ട്പുട്ടിൽ കിട്ടുക. അപ്പോൾ 2 പോസിബിലിറ്റീസ് ആണ് ഇൻപുട്ട് വോൾട്ടേജിലുള്ളത്. ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1. അതായത് സിഗ്നൽ വോൾട്ടേജ് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. ഈ രീതിയിലുള്ള 2 പോസിബിലിറ്റീസേ ഉള്ളൂ. അപ്പോൾ ഇഫ് യു ആർ ഗിവൺ 0 അറ്റ് ദ ഇൻപുട്ട്, ഔട്ട്പുട്ട് വിൽ ബി 1. and if you are given 1 at the input, output will be 0. അപ്പോൾ ഈ രീതിയിൽ ഒരു ലോജിക് ഗേറ്റിൻ്റെ all possible inputs and all possible outputs are represented in a table known as truth table. Okay, so in the truth table you have all possible inputs and all possible outputs of a ലോജിക് ഗേറ്റ്. ഇപ്പോൾ നിങ്ങൾ ഫിഗറിൽ കാണുന്നത് സിമ്പിളും കൂടിയാണ്, ലോജിക് നോട്ട് ഗേറ്റിൻ്റെ സിമ്പിളാണത്. ഓക്കെ, നോട്ട് ഗേറ്റിൻ്റെ സിമ്പിൾ. ഈ സിമ്പിളും ട്രൂത്ത് ടേബിളും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം എല്ലാ ലോജിക് ഗേറ്റ്സിൻ്റേതും. നെക്സ്റ്റ് ഇസ് ഓർ ഗേറ്റ്. OR gate has 2 or more inputs and 1 output. The logic relation is the output becomes high when A or B become high. ഒന്നുകിൽ A അല്ലെങ്കിൽ B high എന്ന് പറഞ്ഞാൽ 1. A അല്ലെങ്കിൽ B 1 ആയാൽ ഔട്ട്പുട്ട് 1 ആവും എന്നുള്ളതാണ് ലോജിക് റിലേഷൻ. And the truth table, you can see the truth table and symbol of the logic gate. Truth table നോക്കൂ, A and B 0, output is 0. A and B 0, 1, output 1, 1, 0, 1, 1, 1, 1. Next is AND gate. AND gate also has 2 or more inputs and 1 output. The output becomes high. Output is represented by Y in the truth table. Output is high when A and B are high. അതായത് എയും ബിയും 1 ആകുമ്പോൾ മാത്രമാണ് ഔട്ട്പുട്ട് 1 കിട്ടുക. ഓക്കെ, അപ്പോൾ ട്രൂത്ത് ടേബിളിൽ കാണാം 0, 0, 0, 0, 1, 0, 1, 0, 0, 1, 1, 1. അതായത് എ ആൻഡ് ബി, അതാണ് ലോജിക് റിലേഷൻ. ഔട്ട്പുട്ട് ഇസ് ഹൈ വെൻ എ ആൻഡ് ബി ആർ ഹൈ. സിമ്പിളും ശ്രദ്ധിക്കുക, സിമ്പിൾ വരയ്ക്കാൻ അറിയണം. Next one is NAND gate. NAND gate is the combination of AND gate and NOT gate. AND gate followed by a NOT gate. അപ്പോൾ NAND ഗേറ്റിൽ ഒരു AND ഗേറ്റും ഉണ്ടാവും, ഒരു NOT ഗേറ്റും ഉണ്ടാവും. AND ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് NOT ഗേറ്റിലേക്ക് കൊടുക്കുന്നു. സോ ഔട്ട്പുട്ട് കോളം ശ്രദ്ധിക്കുക. That is not the output of A and B. A and B എന്നുള്ള അതായത് AND ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് കോളത്തിൻ്റെ നോട്ടാണ് ഇവിടെ NAND ഗേറ്റിൻ്റെ ഔട്ട്പുട്ട്. അതായത് AND ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 0 ആണെങ്കിൽ NAND ഗേറ്റിൻ്റേത് 1 ആണ്. AND ഔട്ട്പുട്ട് 1 ആണെങ്കിൽ NAND ഗേറ്റിൽ അത് 0 ആണ്.
സോ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടും ശ്രദ്ധിക്കുക. എ സിമ്പിൾ റെപ്രസെൻറ്റ്സ് ആൻഡ് ഗേറ്റ് ഫോളോഡ് ബൈ എ നോട്ട്. ആ ബബിൾ റെപ്രസെൻറ്റ്സ് ദ നോട്ട് ഗേറ്റ്. ഓക്കെ. Next is NOR gate. NOR gate is the combination of OR gate and NOT gate. OR ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് നോട്ട് ഗേറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന കോമ്പിനേഷനാണ് NOR ഗേറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ OR ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് നോട്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ട്രൂത്ത് ടേബിളാണ്. ശ്രദ്ധിക്കുക, OR ഗേറ്റ് ട്രൂത്ത് ടേബിളിലെ ഔട്ട്പുട്ട് നോട്ട് ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ട്രൂത്ത് ടേബിളും സിമ്പലും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ലെസണിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്